വർക്ക് കൊടുക്കുന്ന ടൈം അവർക്കൊരു ചാലഞ്ച് ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 month ഗ്യാപ്പിൽ എൻ്റെ മാരേജും, അപ്പോൾ 1 month ഗ്യാപ്പിൽ ഫുൾ ഇൻറ്റീരിയർ വർക്ക് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളൊരു ചാലഞ്ചായിരുന്നു. അപ്പോൾ അത് അവർ ആ ഒരു ചാലഞ്ച് ഏറ്റെടുത്തു. ഒരു 1 month കൊണ്ട് ഫുൾ അവർ ഫിനിഷ് ചെയ്തു. അതൊരു ടീം വർക്ക്, നല്ലൊരു ടീം വർക്ക് തന്നെയായിരുന്നു അവർ ചെയ്തത്. ഹായ്, നമസ്കാരം. എൻ്റെ പേര് ദിവിൻ ദാസ്. ഞാൻ ദുബായിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. നാട്ടിൽ തളിപ്പുറമാണ് സ്ഥലം. എൻ്റെ ഫ്രണ്ട് രാഹുൽ ധ്രുവാണ് ഈ ഓക്സ്ലാൻഡിലേക്കുള്ള ഒരു കണക്ഷൻ വന്നത്. പിന്നെ രാഹുൽ അവിടെ വർക്ക് ചെയ്യുന്ന അവൻ്റെ വർക്കും പിന്നെ ഓക്സ്ലാൻഡിൻ്റെ പോർട്ട്ഫോളിയോസെല്ലാം കണ്ടിട്ട് കുറച്ച് ഇമ്പ്രഷനും കാര്യങ്ങളിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഓക്സ്ലാൻഡിലേക്ക് ഈ വർക്ക് ഞാൻ ഏൽപ്പിക്കുന്നത്. ആക്ച്വലി സ്ട്രക്ചർ വേറൊരു ടീമിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. പിന്നെ ഫുൾ ഇൻറ്റീരിയേഴ്സ് വർക്ക് കംപ്ലീറ്റ് ഞാൻ ഓക്സ്ലാൻഡിലേക്ക് ഏൽപ്പിക്കുകയായിരുന്നു. ഇതാണ് എൻ്റെ വൈഫ്. ഹായ്, എൻ്റെ പേര് അഞ്ജു. ഞാൻ ദുബായിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. ഒരു 1 monthനുള്ളിൽ ഒരു വീട് കംപ്ലീറ്റ് ആക്കുക. അപ്പം മെയിനായിട്ടും എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും മെയിൻ പാർട്ട് തന്നെയാണ്. അപ്പം 1 monthനുള്ളിൽ ഇത് കംപ്ലീറ്റ് ആകുമോ, ഞങ്ങളുടെ കൺസേൺ അത് തന്നെയായിരുന്നു. അപ്പോൾ ഒരു 1 month മുമ്പ് കണ്ടപ്പോഴേക്കും ഇച്ചിരി ടെൻഷനിലായിരുന്നു. ബിക്കോസ് ഇത് തീരുമോയെന്ന് ഇച്ചിരി ഡൗട്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കംപ്ലീറ്റ്ലി ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. ഈവൻ കിച്ചൺ ആണെങ്കിലും ലിവിങ് റൂം ആണെങ്കിലും ബെഡ്റൂംസും എല്ലാ കോർണറിലും ഇവരുടേതായ ടച്ച് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മെയിനായിട്ട് എടുത്തു പറയാനാണെങ്കിൽ കിച്ചൻ്റെ കാര്യം പറയാം. അപ്പം നമ്മുടെ ഏരിയ മെയിനായിട്ടും കിച്ചൺ ആയതുപോലെ തന്നെ അപ്പോൾ അവിടെ കബോർഡ്സും കാര്യങ്ങളും എല്ലാം നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം പുറത്തൊന്നും സാധനങ്ങളൊന്നും വെക്കാതെ തന്നെ എല്ലാ സാധനങ്ങളും എല്ലാ വെസൽസും അകത്ത് തന്നെ വെച്ച് എപ്പോഴും കിച്ചൺ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ഇൻറ്റീരിയർ. ഡേ ബൈ ഡേ അവർ അപ്ഡേറ്റ് തരുവാണെങ്കിലും എന്താ പറയുക, ഓരോ കാര്യങ്ങളും ഒരു ദിവസം തന്നെ അവർ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് എക്സ്ട്രാ ഒരു നൈറ്റും എക്സ്ട്രാ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടില്ലാന്ന് ഇത് ഫുൾ ഫിനിഷ് ചെയ്ത് അക്കാര്യത്തിൽ അവരൊരു ടീം വർക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ടൈമിൽ ഇത് കംപ്ലീറ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര എഫേർട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പം കുറച്ച് ടൈമിലുള്ള പെർഫെക്ഷൻ നമുക്ക് ആദ്യം കുറച്ച് ടെൻഷനായിരുന്നു. കാരണം നമ്മൾ ഒരു തവണ വീട് വെക്കുന്നതാണ്. അപ്പോൾ അത് പെർഫെക്റ്റ് ആകുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ടൈം ആണെങ്കിലും നമ്മുടെ ടെൻഷനെല്ലാം ഇപ്പം മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അതിനേക്കാളും ഒരുപടി മുകളിൽ ബെറ്റർ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചേക്കുന്നത്. അപ്പം ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. പിന്നെ ഈ ഇൻറ്റീരിയറിൽ ഇപ്പം എടുത്തു പറയാനുള്ളത് ഈ സ്റ്റെയറിനെ കുറിച്ചാണ്. ഇപ്പം ഓൾറെഡി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞത് നമുക്ക് നോർമൽ കോൺക്രീറ്റ് ഒക്കെ ഇട്ടില്ല, നോർമൽ സ്റ്റെയർ വേണ്ട, ഈ ഒരു ടൈപ്പ് കുറച്ച് മോഡേൺ ലുക്ക് വരുന്ന ടൈപ്പ് സ്റ്റെയർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കണക്കായിട്ട് 2-3 ഡിസൈൻസൊക്കെ കാണിച്ചു ചെയ്ത് നമ്മൾ ഫിക്സ് ചെയ്ത് അത് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിൽ തന്നെ അവൻ ചെയ്തിട്ടുണ്ട്. സാധാ നമ്മൾ ഇങ്ങനെ ഫ്രെയിം വെച്ച് ചെയ്യുന്ന ടൈം നടക്കുന്ന ടൈമൊക്കെ സൗണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ചില വീട്ടിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അത്യാവശ്യം കുറച്ച് ക്വാളിറ്റി സംഭവത്തിൽ തന്നെ അവർ ചെയ്ത് നല്ലൊരു സ്ട്രോങ് ഫീലിംഗ് തന്നെ ഉണ്ട് നമ്മൾ നടക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇതിപ്പം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും കണ്ടിട്ട് അവരും കുറേ ഫ്രണ്ട്സ് ഇപ്പം വീടൊക്കെ വെക്കാനുള്ള പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരും ഇത് കണ്ടിട്ട് ഇൻസ്പയർഡായി ഈ ഒരു ടൈപ്പ് സ്റ്റെയർ വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു എന്താ പറയുക അഭിപ്രായമായിട്ട് തന്നെ നമുക്ക് പറയാം. പിന്നുള്ളത് ഈ പൂജ സെറ്റ് ചെയ്തതും നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, അവരുടെ അടുത്ത് തന്നെയാണ് മീൻസ് ഓക്സ്ലാൻഡിൻ്റെ അവിടെ തന്നെയാണ് മാനുഫാക്ചറിങ് സംഭവമൊക്കെ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ എല്ലാ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വുഡൻ പാനലിങ് ഇപ്പം ഈ കോട്ടയാടിൽ ചെയ്ത് വുഡൻ പാനലിങ്ങും കാര്യങ്ങളൊക്കെ നല്ലൊരു അട്രാക്ഷൻ തന്നെയാണ് കയറി വരുമ്പോൾ തന്നെ ആൾക്കാർക്ക് തോന്നുന്നത്. ഇൻറ്റീരിയേഴ്സിൽ മെയിനായിട്ടും ബെഡ്റൂംസ്, അത് എല്ലാ ബെഡ്റൂംസും വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എടുത്തു പറയാനായിട്ടാണെങ്കിൽ നമ്മുടെ ബെഡ്റൂം, അപ്പോൾ അതിൽ ആ സ്പേഷ്യസിൽ വെക്കാൻ പറ്റുന്ന എല്ലാ ഫർണിച്ചേഴ്സും എല്ലാ അറേഞ്ച്മെൻറ്റ്സും എല്ലാം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. യൂസ് ചെയ്തിരിക്കുന്ന കളർ തീം ആണെങ്കിലും അത്
എല്ലാം എങ്ങനെ ആ റൂമിനെ ഭംഗിയാക്കാവോ ആ രീതിയിലെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ കബോർഡ്സ് ആണെങ്കിലും ഇനഫ് സ്പേസ് ഉണ്ട്, എല്ലാവരുടെയും നമ്മുടെ സാധനങ്ങളെല്ലാം വെക്കാനായിട്ടും ഒന്നും പുറത്തേക്ക് മാറി റൂമിനെ വൃത്തികേടാക്കാതെ എല്ലാം കൃത്യമായിട്ട് അടുക്കി വെക്കാനായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡ്സ്, വിൻഡോയുടെ അടുത്തിരിക്കുന്ന സീറ്റിംഗ് സ്പേസും എല്ലാം ഒരു മെയിൻ അട്രാക്റ്റീവ് പാർട്ടാണ് ബെഡ്റൂമിൽ. പിന്നെ ബെഡ് കോട്ട്, എല്ലാത്തിലും ഒരു കളർ തീം മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ എല്ലാം ഒരു പ്രീമിയം ക്വാളിറ്റി സാധനങ്ങൾ തന്നെയാണ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാൽക്കണീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക സ്ട്രക്ചറിൽ ചെറിയൊരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ബാൽക്കണി ഒന്ന് അറേഞ്ച് ചെയ്യുന്നതിൽ. പക്ഷെ അതൊക്കെ ഇവരെ ആ ഒരു വർക്ക് ത്രൂ നമ്മൾ കവർ ചെയ്തെടുത്തു എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇവരെ ടീം വൈസ് ആണെങ്കിൽ തന്നെ ഇപ്പോൾ എന്താ പറയുക ഒന്ന് കോർഡിനേഷൻ എല്ലാം നല്ല പക്ക കോർഡിനേഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇപ്പം ഡെയിലി ബേസിസിൽ എന്താ പറയുക കറക്റ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് തരും. പിന്നെ ഇൻ കേസ് എന്താ പറയുക പേയ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ എല്ലാം അഡ്വാൻസ് ആയിട്ട് അവർ പറഞ്ഞ് ആ ഒരു കോർഡിനേഷൻ ഉണ്ട്, ഒന്നിലൊരു ഡിലേ വരാതെ. അതുകൊണ്ട് തന്നെയാണ് ഈ 1 മാസം കൊണ്ട് കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ തീർന്നതും. വീടിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയാലും നമുക്ക് ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും എല്ലാവരും ഒത്തിരി കോംപ്ലിമെന്റ്സ് നമുക്ക് കിട്ടി എല്ലാ ഏരിയയിലും. അപ്പോൾ മൊത്തത്തിലുള്ള വർക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഹാപ്പിയാണ് 100%. നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്ത് അതിൻ്റെ ഒരു പടിക്ക് മുകളിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഹാപ്പി ആയിട്ട് ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കാണെങ്കിലും നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് ഓക്സ്ലാൻഡ്. സോ ഞങ്ങൾ 100% ഹാപ്പിയാണ്.